ഇത് കൂടുതൽ യൂസ് ചെയ്യണം. ഇത് പൊതിഞ്ഞു കെട്ടി മാറ്റി പവിത്രമാണെന്ന് പറഞ്ഞ് വെക്കുന്നത് തീർച്ചയായും നല്ലതാണ്. പക്ഷേ അതോടൊപ്പം നവീൻ ജിണ്ടൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ കേസിലെ പോലെ കൂടുതൽ നാഷണൽ ഫ്ലാഗ് ആണെങ്കിലും നാഷണൽ സിംബൽസ് ആണെങ്കിലും ഉപയോഗിക്കുകയും വരുന്ന തലമുറയെ അതിലേക്ക് ആകർഷിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ഈ സൽമാനെയും ദീപകിനെയും തമ്പാട്ടിയെ പോലെ രാജ്യവിരുദ്ധരായ ദേശവിരുദ്ധരായ നക്സൽ ചായ്വുള്ള വ്യക്തികൾ ദുരുപയോഗം ചെയ്യും. ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടെ, ഇത് വളരെ പ്ലാൻഡ് ആയൊരു മൂവ് ആണെന്ന് പറയാൻ കാരണം ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് മറ്റൊരു വാട്സപ്പ് മെസ്സേജ് വന്നത്. ആ മെസ്സേജ് എന്താണെന്നറിയാമോ? ദയവായി നിങ്ങൾ ഇന്ത്യയുടെ ഫ്ലാഗ് മാറ്റുക, അത് നിയമവിരുദ്ധമാണ്. ഇത് വളരെ ആലോചിച്ച് ചെയ്യുന്നതാണ്. അതായത് ദേശവിരുദ്ധത പറഞ്ഞാൽ ആരും അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഒരുപാട് പേര് വാട്സപ്പിൽ നിന്ന് ഫ്ലാഗ് മാറ്റി പേടിച്ചു, അയ്യോ ഞങ്ങൾ ഈ നിയമവിരുദ്ധമാണോ. ഇത് ഒരു കാരണവശാലും ചെയ്യരുതെന്ന് കുൽസിതമായ ആരെങ്കിലും അയക്കുന്നെങ്കിൽ ദേശവിരുദ്ധരും ആന്റി നാഷണൽസും ട്രൈറ്റേഴ്സ് ആൻഡ് ടെററിസ്റ്റുകളാണ്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ത്രിവർണ്ണ പതാക പ്രൊഫൈലാക്കിയ ജനത, നൈറ്റ് ക്ലബ്ബുകളുടെ ലോഗോയ്ക്ക് പോലും ഒരാഴ്ചയ്ക്ക് മുമ്പേ ത്രിവർണ്ണ നിറമടിച്ച സോഷ്യൽ മീഡിയയിലെ പുതിയ തലമുറ ഇതുകൊണ്ട് പ്രകടിപ്പിക്കുന്നത് യഥാർത്ഥ ദേശസ്നേഹമാണെന്ന് രാഹുൽ വിശ്വസിക്കുന്നു. യഥാർത്ഥ ദേശസ്നേഹം പ്രവൃത്തിയിൽ തന്നെയാണ്, ഇല്ലെന്ന് ആർക്കും അഭിപ്രായമില്ല. പക്ഷേ ദേശസ്നേഹത്തിന്റെ ഇത്തരം മാനിഫെസ്റ്റേഷൻസ് നാച്ചുറലാണ്. യുവതലമുറയുടെ മാതൃരാജ്യത്തോടുള്ള സ്നേഹമായി കാണുക, അതിനെ ലഘൂകരിച്ച് സില്ലിവൽക്കരിക്കാതെ ഞങ്ങളെല്ലാം ബൗദ്ധികമായ രാജ്യസ്നേഹികളാണ്, നിങ്ങളെല്ലാം പ്രകടനപരതയാണെന്ന് പറയാതെ ഈ യുവതലമുറ വളരുന്ന തലമുറ അവരുടെ ഉള്ളിലെ ആർജവും മാതൃരാജ്യത്തോടുള്ള സ്നേഹവുമാണ് കാണിക്കുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കുക. യെസ്, എന്തും ആഘോഷിക്കുന്ന, ഏത് ഡേയും ആഘോഷിക്കുന്നവർ ഒന്നരാഴ്ചയ്ക്ക് മുമ്പേ ത്രിവർണ്ണ പതാകയുടെ പടം ഇടുന്ന ആ ഒരു പ്രകടനപരത എന്താണ് ഈ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുക? ഇതും നേരത്തെ കാണിച്ചതുപോലെ ഒരിക്കലും അനുകൂലിക്കാൻ കഴിയാത്ത മറ്റൊരു ദേശീയതയെ എതിർക്കുക പുരോഗമനപരമാണ് എന്ന് ചിന്തിക്കുന്ന മറ്റൊരു വിഭാഗം. ഇതിനിടയിൽ ഒരു ബാലൻസ് കണ്ടെത്താൻ നമ്മുടെ ജനറേഷന് കഴിയുന്നുണ്ടോ? രണ്ട് കാര്യങ്ങൾ. കപട ദേശീയതയേക്കാൾ വലിയ അപകടമാണ് കപട ബൗദ്ധികത, സ്യൂഡോ ഇന്റലക്ച്വലിസം. തങ്ങൾ ബുദ്ധിജീവികളാണ് എന്ന് ഇമേജ് കിട്ടാൻ വേണ്ടി അറിയപ്പെടുന്ന ബിംബങ്ങളെയും ദേശത്തെയും തള്ളിപ്പറയുന്നു. അങ്ങനെ നേരത്തെ എണീക്കണ്ടെന്ന് പറഞ്ഞല്ലോ, കൂവാണ്ട എന്താ ഇന്ത്യ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നില്ലേ? ഇന്ത്യൻ ഭരണഘടന എന്താ എഫ് വെച്ച് ഉപയോഗിച്ചൊരു 4 ലെറ്റർ വാക്കും ദ മദർലാൻഡ് എന്നെഴുതാനുള്ള സ്വാതന്ത്ര്യം തരുന്നില്ലേ? എന്താ അത് ചെയ്താൽ നാളെ അങ്ങനെ നമ്മുടെ കുട്ടികളെ ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇങ്ങനെ പറയുന്ന ഒരു ജനറേഷന് ഇംപെറ്റസ് നൽകാൻ വേണ്ടിയാണ് ഈ കപട ബൗദ്ധികവാദികൾ, സ്യൂഡോ ഇന്റലക്ച്വൽസ്. അതൊക്കെ സ്റ്റേറ്റിന്റെ ഗ്രേസ് വേണം, അല്ലെങ്കിൽ ഇതെല്ലാം ഭരണഘടന വിടണം. ഇന്ത്യൻ ഭരണഘടന തീർന്നില്ല. ഡിസ്റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് ഒരു കാരണവശാലും ഭരണഘടന വരുന്നില്ല. സാറ് പറഞ്ഞ വാക്ക് വളരെ കറക്റ്റാണ്. നമുക്ക് രണ്ട് ഭരണഘടനയെ യോജിപ്പില്ലാത്ത കാര്യങ്ങൾ കാണാം, അതിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ രീതികളുണ്ട്. സുപ്രീം കോടതിയിൽ പോവാം, നമുക്ക് നിൽക്കാം. അമിത ഷോ ഓഫ് എന്ന് പറയുന്നത് എന്താ? അഭിമാനത്തോടെ ഞാൻ എന്റെ നാടിന്റെ ചിത്രം ഇടുന്ന അമിത ഷോ ഓഫ് 90% അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ 99% അങ്ങനെ ആയിരിക്കും. ഒരു വരി കൂടി, അമിത ദേശഭക്തി പലർക്കും ഇവിടെ പ്രശ്നമാണ്. പക്ഷേ കപട ബൗദ്ധികതയും മാതൃരാജ്യത്തെ കുറ്റം പറയുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് തീർന്നില്ല. ഇവർ നക്സലുകളാണ്, ഇവരെ കൃത്യമായി മാസങ്ങളോളം ട്രാക്ക് ചെയ്യുന്ന വ്യക്തികളാണ്, ഇവർ രാജ്യദ്രോഹികളാണ്.